everyone, welcome to a whole new series of lecture of BSA conducted by L'Oxygen. I am Leanne Francis, a faculty of L'Oxygen. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചാപ്റ്റർ 4 അല്ലെങ്കിൽ പാർട്ട് 4 പ്രൊഡക്ഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് എവിഡൻസിൽ ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ആർക്കാണ് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക, ആരാണ് കോമ്പറ്റന്റ് വിറ്റ്നസ്, ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ആണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരാൾക്ക് വിറ്റ്നസ് ആവാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഓഫ് വിറ്റ്നസ്. അപ്പോൾ ഇതിൽ സെക്ഷൻ 124 മുതൽ 133 വരെയാണ് ഓഫ് വിറ്റ്നസ് എന്നുള്ളൊരു ടോപ്പിക്കിന്റെ കീഴിൽ വരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് സെക്ഷൻ 124 ആണ്. ഹൂ മേ ടെസ്റ്റിഫൈ, ആർക്കാണ് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക, ആർക്കാണ് വിറ്റ്നസ് ആയിട്ട് പോയി കോടതിയിൽ മൊഴി കൊടുക്കാൻ പറ്റുക എന്നുള്ള സെക്ഷനാണ് സെക്ഷൻ 124. അപ്പോൾ സെക്ഷൻ 124 reads as follows: all persons shall be competent to testify unless the court considers that they are prevented from understanding the questions put to them or from giving rational answers to those questions by tender years, extreme old age, disease, whether of body or mind, or any other cause of the same kind. അപ്പോൾ ആർക്കാണ് വിറ്റ്നസ് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, a person should be able to understand the questions put to him. എന്നോടൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ചോദ്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി എനിക്ക് വേണം. ദി സെക്കൻഡ് വൺ, ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് ഏബിൾ ടു ഗിവ് റാഷണൽ ആൻസേഴ്സ്. അതായത് റീസണബിൾ ആയിട്ടുള്ള, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണെന്നല്ല പറയേണ്ടത്. നമ്മൾ ചോദിക്കുന്നത് ദ ക്വസ്റ്റ്യൻസ് ദറ്റ് ഇസ് പുട്ട് ഫോർവേഡ് ടു അസ്, അതിന് റാഷണബിൾ ആയിട്ടുള്ള, അതായത് റീസണബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ആർക്കും കോടതിയിൽ എന്ത് ചെയ്യാം, ടെസ്റ്റിഫൈ ചെയ്യാം. ഇനി ഈ സെക്ഷനിൽ ആർക്കൊക്കെയാണ് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, any persons who are not able to understand the questions put to them and any persons who are not able to give rational answers due to ടെൻഡർ ഏജസ്. ടെൻഡർ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ചൈൽഡ് വിറ്റ്നസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിറ്റ്നസ് ആണ്. അവരുടെ മൊഴികൾ എന്താണ്, റെലവൻ്റ് ആണ്. പക്ഷെ ജനറലി ഒരു കുട്ടിയോട് അവർക്ക് കേപ്പബിൾ ആയിട്ടുള്ള, അവർക്ക് പെർസീവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് പറയാൻ കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതല്ലാതെ എക്സ്ട്രീം ഓൾഡ് ഏജ് അല്ലെങ്കിൽ വളരെ ടെൻഡർ ആയിട്ടുള്ള ഇയേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രീം ഓൾഡ് ഏജ്, അതായത് ഒരു സർട്ടൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാനുമുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അവർക്ക് വിറ്റ്നസ് ആവാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് വൺ, എന്തെങ്കിലും ഒരു ഡിസീസ് വഴി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഒരു വാലിഡ് വിറ്റ്നസ് ആണ്, പക്ഷേ അയാൾക്ക് അൺസൗണ്ട്നെസ് കാരണം അയാൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലായ അയാൾക്ക് റാഷണൽ ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു വാലിഡ് വിറ്റ്നസ് ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ഡിസീസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡിയുടെ സ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ടോ അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ അയാൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിന് മുന്നിൽ ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്ഷൻ 124 പ്രകാരം any person who can understand the questions put to them and who can provide rational answers can be called a witness, and such persons can testify before the court. Next is section 125, witness unable to communicate verbally. അതായത് verbally നമുക്ക് വാ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വിറ്റ്നസസ് ഒരിക്കലും വാലിഡ് അല്ലാത്ത വിറ്റ്നസസ് അല്ല, അവർക്കും എന്താവാം, വിറ്റ്നസ് ആവാം. ഇപ്പോൾ ഒരാൾക്ക് verbally കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ത്രൂ സൈൻസ്, സിമ്പിൾസ്, റൈറ്റിംഗ്സ്, എന്തെങ്കിലും കാര്യം വഴി യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദി കോർട്ട്. സോ ഒരാൾക്ക് verbally കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അയാളൊരു വിറ്റ്നസ് ആവാതിരിക്കുന്നില്ല. verbally കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് he can make it intelligible by either writing or by signs. റൈറ്റിംഗ് വഴിയോ സയൻസ് വഴിയോ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു വിറ്റ്നസ് ആയിട്ട് കോടതിയിൽ ടെസ്റ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ 126, കോമ്പിറ്റൻസി ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് വിറ്റ്നസസ് ഇൻ സർട്ടൻ കേസസ്. അതായത് ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സിൽ ആ സ്യൂട്ടിൻ്റെ പാർട്ടീസ്, ഇപ്പോൾ പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫെൻഡൻറ്റ്, അവരുടെ ഹസ്ബൻഡും വൈഫും ആ കേസിൽ കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 പാർട്ടീസ് ഉണ്ട്, ഇപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ ഇവർക്ക് 2 പേർക്കും അവരുടെ വൈഫിനെയും ഇവരുടെ ഹസ്ബൻഡിനെയും ആ കേസിൽ മൊഴി കൊടുക്കാനായിട്ട് കോമ്പിറ്റൻറ്റ് വിറ്റ്നസസ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള ക്രിമിനൽ പ്രൊസീഡിങ്ങിൽ ആരാണോ അതിൻ്റെ അകത്ത് പ്രൊസീഡ് ചെയ്യപ്പെടുന്നത് അയാളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അയാളുടെ വൈഫോ ഒരു കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആയിരിക്കും. അയാൾക്ക് വേണ്ടിയോ അയാൾക്ക് അതിന് എഗെയിൻസ്റ്റ് എതിരോ മൊഴി കൊടുക്കാനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നെക്സ്റ്റ് സെക്ഷൻ 127, ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്. അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്നത് ഒരു ജഡ്ജിനെയും മജിസ്ട്രേറ്റിനെയും അവരുടെ ഒരു കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൊഴിയും കൊടുക്കാനായിട്ട് ആർക്കും കമ്പൽ ചെയ്യാൻ പറ്റില്ല, എക്സെപ്റ്റ് അപ്പോൺ ആൻ ഓർഡർ ഓഫ് എ കോർട്ട് ടു വിച്ച് ഹി സബോർഡിനേറ്റ് ടു. അതായത് ഈ ജഡ്ജോ അല്ലെങ്കിൽ ഈ മജിസ്ട്രേറ്റോ, ഏത് കോർട്ടിലെ ജഡ്ജാണോ മജിസ്ട്രേറ്റ്, അതിൻ്റെ ഒരു ഹയർ കോർട്ടിൻ്റെ
ഓർഡർ ഇല്ലാതെ വേറെ ഒരു കേസിലും ഒരു ജഡ്ജിനോ ഒരു മജിസ്ട്രേറ്റിനോ അവരുടെ കണ്ടക്റ്റിനെ പറ്റിയിട്ട് റിഗാർഡിംഗ് ആയിട്ടുള്ള യാതൊരു സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുക്കാനായിട്ട് കമ്പൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് സെക്ഷൻ 127 പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഹൈക്കോർട്ടിൻ്റെയോ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഓർഡർ വഴി അല്ലാതെ ആ ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജിനെ കൊണ്ട് അയാളുടെ കണ്ടക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് മൊഴി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിലും താഴെയുള്ള ഒരു കോർട്ടാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ ഹൈക്കോർട്ടിൻ്റെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ വഴിയല്ലാതെ. അപ്പോൾ അതാണ് സെക്ഷൻ 127 പറയുന്നത്. ദ നെക്സ്റ്റ് സെക്ഷൻ ഇസ് സെക്ഷൻ 128 കമ്മ്യൂണിക്കേഷൻസ് ഡ്യൂറിങ് മാരേജ്. അതായത് ഒരു മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മാരേജിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വൈഫിനോടും വൈഫ് ഹസ്ബൻഡിനോടും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെയും നമ്മൾ കമ്പൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ഹസ്ബൻഡിനെയും ഒരു വൈഫിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൽ ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് കേസസ് ബിറ്റ്വീൻ മാരീഡ് പേഴ്സൺസ് ഓർ പ്രൊസീഡിങ്സ് ഇൻ വിച്ച് വൺ മാരീഡ് പേഴ്സൺ ഇസ് പ്രോസിക്യൂട്ടഡ് ഫോർ എനി ക്രൈം അഗൈൻസ്റ്റ് ദി അതർ. അതായത് എന്തെങ്കിലും ഒരു വയലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ്, ക്രൂവൽറ്റി, ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വഴി അതായത് മാരേജിലെ ഹസ്ബൻഡിനും വൈഫിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് മറ്റേ പാർട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസിലല്ലാതെ ബാക്കി ഒരു കേസുകളിലും മാരേജിൻ്റെ സമയത്ത് കൊടുത്ത കമ്മ്യൂണിക്കേഷൻസ് പുറത്ത് പറയാനായിട്ട് ഒരാളെയും കമ്പൽ ചെയ്യാൻ പാടില്ല എന്നാണ് സെക്ഷൻ 128 പറയുന്നത്. ദ നെക്സ്റ്റ് സെക്ഷൻ ഇസ് സെക്ഷൻ 129 എവിഡൻസ് ആസ് ടു അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് എനി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലാതെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ് എന്നുള്ള ഒരു ഇൻഫർമേഷനും തരാനായിട്ട് ഒരു കൺസേൺ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ യാതൊരാളെയും കമ്പൽ ചെയ്യാൻ പാടില്ല. പബ്ലിഷ്ഡ് ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ല, അൺപബ്ലിഷ്ഡ്, അതായത് പബ്ലിക്കിലേക്ക് എത്താത്ത അൺപബ്ലിഷ്ഡ് ഒഫീഷ്യൽ റെക്കോർഡ്സിലെ യാതൊരു ഇൻഫർമേഷനെ പറ്റിയിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റും തരാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും can't be compelled എന്നാണ് സെക്ഷൻ 129 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 130 ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിലല്ലാതെ വേറെ ഒഫീഷ്യൽ കോൺഫിഡൻസിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ കപ്പാസിറ്റി, അവരൊരു പബ്ലിക് ഓഫീസർ എന്ന ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഒരു പബ്ലിക് ഓഫീസറിനെയും കമ്പൽ ചെയ്യാൻ പാടില്ല. എക്സെപ്റ്റ് when the public interest is suffered. പബ്ലിക് ഇൻട്രസ്റ്റ് പ്രയോറിറ്റി ആക്കേണ്ട കേസുകളിൽ ചില സമയത്ത് കമ്പൽ ചെയ്യാം. അതല്ലാതെ ജനറിക് സിനാരിയോയിൽ ഒഫീഷ്യൽ കോൺഫിഡൻസിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടോ ഒരു പബ്ലിക് ഓഫീസറിന് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് സെക്ഷൻ 130 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 131 ഇൻഫർമേഷൻ ആസ് ടു കമ്മീഷൻ ഓഫ് ഒഫൻസ്. അപ്പോൾ ഒരു മജിസ്ട്രേറ്റിനെയും ഒരു പോലീസ് ഓഫീസറിനോടും അവർക്ക് എവിടുന്നാണ് ഒരു ഒഫൻസിൻ്റെ കമ്മീഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനോ അത് ഡിസ്ക്ലോസ് ചെയ്യിക്കാനോ നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഒരു മജിസ്ട്രേറ്റ്, നോ ജഡ്ജ് ഓർ പോലീസ് ഓഫീസർ ഷുഡ് ബി കമ്പൽഡ് ടു ഗിവ് ഇൻഫർമേഷൻ ആസ് ടു ഫ്രം വെയർ, എവിടുന്നാണ് ആ ഒരു ഒഫൻസിൻ്റെ കമ്മീഷനെ പറ്റിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് നോ മജിസ്ട്രേറ്റ് ഓർ പോലീസ് ഓഫീസർ ഷാൽ ബി കമ്പൽഡ്. ആൻഡ് ദ നെക്സ്റ്റ് സെക്ഷൻ ഇസ് സെക്ഷൻ 132 പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സെക്ഷൻ 132 ആണ് പറയുന്നത്. അപ്പോൾ വിൽ ജസ്റ്റ് റീഡ് ഔട്ട് ദി സെക്ഷൻ. No advocate shall at any time be permitted unless with his client's express consent to disclose any communication made to him in the course and for the purpose of his service as an advocate by or on behalf of his client, or to state the contents or condition of any document with which he has become acquainted in the course and for the purpose of professional service, or to disclose any advice given by him to his client in the course and for such purpose is service. ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അഡ്വക്കേറ്റും അയാളുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു സർവീസ് അവെയിൽ ചെയ്യാൻ വന്ന ക്ലയൻറ്റ് ആ ക്ലയൻറ്റ് കൊടുത്ത ഇൻഫർമേഷനോ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ സർവീസിൻ്റെ റീസൺ മൂലം ആ ഒരു റീസൺ കൊണ്ട് ആ ഒരു അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിലെ കണ്ടൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ക്ലയൻറ്റിനോട് ഈ ഒരു ക്ലയൻറ്റ് ആൻഡ് അഡ്വക്കേറ്റ് എന്നുള്ളൊരു പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ആ അഡ്വക്കേറ്റ് കൊടുത്ത ഏതെങ്കിലും ഒരു അഡ്വൈസോ ഒന്നും ആ ക്ലയൻറ്റിൻ്റെ എക്സ്പ്രസ് കൺസെൻറ്റ് ഇല്ലാതെ ആ അഡ്വക്കേറ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഒരു ക്ലയൻറ്റിന് അഡ്വക്കേറ്റ് എന്നൊരു പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ക്ലയൻറ്റ് അഡ്വക്കേറ്റിനോട് പറഞ്ഞ കാര്യങ്ങൾ,
ക്ലയൻറ്റ് അഡ്വക്കേറ്റിന് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റിയിൽ അഡ്വക്കേറ്റിന് കിട്ടിയ ഡോക്യുമെൻറ്റ്സ്, അതിലെ കണ്ടൻസ്, ആ ഒരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റിന് കൊടുത്ത അഡ്വൈസ്, ഈ കാര്യങ്ങളൊന്നും അഡ്വക്കേറ്റ് ക്ലയൻറ്റിൻ്റെ എക്സ്പ്രസ് കൺസെൻറ്റ് ഇല്ലാതെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കേസുകളിൽ 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഈ 2 എക്സെപ്ഷൻസിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്ലോഷർ ക്ലയൻറ്റിന് അവൈലബിൾ ആവില്ല. ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് എനി കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഫർദറൻസ് ഓഫ് എൻ ഇല്ലീഗൽ പർപ്പസ്. എന്തെങ്കിലും ഒരു ഇല്ലീഗൽ പർപ്പസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ഡിസ്ക്ലോഷർ നമുക്ക് കിട്ടില്ല. സെക്കൻഡ് വൺ, any fact observed by an advocate in the course of his service as such showing that any crime or fraud has been committed since the commencement of a service. അതായത് ഒരു അഡ്വക്കേറ്റിന് തോന്നാണ് ഇയാൾ ഈ ഒരു സർവീസ് ഈ ക്ലയൻറ്റിന് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് എന്തെങ്കിലും ഒരു ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഈ ക്ലയൻറ്റ് ഈ അഡ്വക്കേറ്റിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ഈ ക്ലയൻറ്റ് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തും ഈ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്ലോഷർ ക്ലയൻറ്റിന് ലഭിക്കില്ല. ഈ ഒരു എക്സെപ്ഷൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് എന്ന് പറയാണ്, ഞാനൊരു ഫോർജറി കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു സൈൻ ഫോർജ് ചെയ്തു, ഞാൻ ഫേക്ക് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി, അത് ഞാൻ സബ്മിറ്റ് ചെയ്തു, എന്നെ ഡിഫെൻഡ് ചെയ്യണം, യു വിൽ ഹാവ് ടു ഹെൽപ്പ് മീ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലയൻറ്റ് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വരിക. ഈ കേസിൽ ഈ ക്ലയൻറ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിൽ കം അണ്ടർ ദിസ് സെക്ഷൻ. ആ കാര്യങ്ങളൊന്നും ക്ലയൻറ്റിൻ്റെ എക്സ്പ്രസ് കൺസെൻറ്റ് ഇല്ലാതെ അഡ്വക്കേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറൊരു സിനാരിയോ, ഒരു ക്ലയൻറ്റ് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് എന്ന് പറയാണ്, എനിക്കൊരു പ്രോപ്പർട്ടി ഇല്ലീഗലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യണം, അത് ഇല്ലീഗലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്യാൻ പോവാണ്, ആ ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കള്ള കേസ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ തന്നെ വരിക. അപ്പോൾ ഈ കേസിൽ എന്താവില്ല, ഈ പറയുന്ന ഇൻഫർമേഷൻ ഒന്നും ഡിസ്ക്ലോഷർ ഒന്നും പ്രൊട്ടക്റ്റഡ് ആവില്ല. കാരണം ഹി ഈസ് ഗോയിങ് ടു കമ്മിറ്റ് എൻ ഒഫെൻസ്. ഒരു ഒഫെൻസ് അയാൾ കമ്മിറ്റ് ചെയ്യാൻ പോവാണ്, അതൊരു ഇല്ലീഗൽ പേർപ്പസിൻ്റെ ഇൻ ഫർദറൻസിന് വേണ്ടിയിട്ട് കൊടുത്ത കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ എന്ത് കിട്ടില്ല, ഡിസ്ക്ലോഷറിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ അതാണ് സെക്ഷൻ 132 പറയുന്നത്. The last section under off witnesses privileged not by volunteering evidence. If any party to a suit gives evidence therein at his own instance or otherwise, he shall not be deemed to have consented thereby to such disclosures as it is mentioned under section 132. And if any party to a suit or proceeding calls any such advocate as a witness, he shall be deemed to have consented to such disclosure only if he questions such advocate on matters which, but for such question, he would not be liberty to disclose. അതായത് ഇതിൽ പറയാൻ നമ്മൾ സെക്ഷൻ 132 പറഞ്ഞു, ഒരു അഡ്വക്കേറ്റിനോട് ഒരു ക്ലയൻറ്റ് ഒരു പ്രൊഫഷണൽ കോൺഫിഡൻസിൽ പറയുന്ന കാര്യങ്ങൾ ആ അഡ്വക്കേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. That communications are considered as privileged communications and such communications cannot be disclosed expressed with the express consent of the client. അപ്പോൾ ഈ കേസിൽ പറയുന്നത് ക്ലയൻ്റ് ആയിട്ട് തന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തു. പക്ഷെ അങ്ങനെ ക്ലയൻറ്റ് തന്നെ വന്ന് ആ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് മീൻ അവരുടെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ആ ഡിസ്ക്ലോഷർ ക്ലയൻറ്റ് കൺസെൻറ്റ് ചെയ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീം ചെയ്യാൻ പറ്റില്ല. ക്ലയൻറ്റ് വന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രിവിലേജ് എടുത്ത് കളയുന്നില്ല. അതേപോലെ ഇഫ് ദറ്റ് ക്ലയൻസ് അവരുടെ ക്ലയൻറ്റ് അവരുടെ അഡ്വക്കേറ്റിനെ ഏതെങ്കിലും കാര്യത്തിൽ സാക്ഷി പറയാൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റ് എക്സ്പ്രസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രം ആണ് അഡ്വക്കേറ്റിന് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പെസിഫിക് ആയിട്ട് അഡ്വക്കേറ്റിനോട് പുട്ടപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് മാത്രമേ ആ അഡ്വക്കേറ്റിന് റിപ്ലൈ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് ആ അഡ്വക്കേറ്റിന് ഡിസ്ക്ലോഷർ കൊടുക്കാൻ പറ്റില്ല. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റ് കോടതിയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാം എന്നുള്ളൊരു റീസൺ വരില്ല. അയാളുടെ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്ലോഷേഴ്സ് അവിടുന്ന് മാറിപ്പോകുന്നില്ല. അതേപോലെ ഇഫ് ദറ്റ് ക്ലയൻറ്റ് കോൾസ് ആൻ അഡ്വക്കേറ്റ് ടു ഗിവ് സം എവിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് ടെസ്റ്റിഫൈ ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ആ ക്ലയൻറ്റ് ചോദിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും ആ അഡ്വക്കേറ്റിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓഫ് വിറ്റ്നസിൻ്റെ അടിയിൽ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് വരുന്ന ഹെഡിങ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 132. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഡ്യൂറിങ് മാരേജ്, അതായത് മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് വൈഫിനോടും വൈഫ് ഹസ്ബൻഡിനോട് പറയുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയാനായിട്ട് കമ്പൽ ചെയ്യാൻ പറ്റില്ല. അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ അടിയിൽ വരുന്നൊരു സെക്ഷനാണ്. പിന്നെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ആരെയും കമ്പൽ ചെയ്യാൻ പറ്റില്ല. അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ എവിഡൻസ് ഇസ് ടു അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ അടിയിൽ വരുന്ന ഹെഡ്സ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ എവ്രി വൺ. Thank you for watching. Please do subscribe our channel for more such videos. Thank you.